ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് റിട്രോ എന്ന മൂവിയാണ്. അതിലേക്ക് അടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തിലകൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഗോഡൌൺ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ അളിയൻ വരുന്നതാണ്. അവിടുത്തെ വാച്ച്മാനെ കൊന്നിട്ട് അയാൾ അവിടുത്തെ ഗോഡൌണിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നു. ആ വാച്ച്മാന്റെ കയ്യിൽ അപ്പോൾ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങൾ അറിഞ്ഞ തിലകനും അയാളുടെ വൈഫ് സന്ധ്യയും അവിടേക്ക് എത്തുന്നു. തുർക്കിയിൽ നിന്നും അവരിറക്കിയ എന്തോ സാധനങ്ങളാണ് അയാളുടെ അളിയൻ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. വാച്ച്മാനെ കൊന്നിട്ടിരിക്കുന്നതും ആ കുട്ടി അവിടെ ഒറ്റയ്ക്കിരിക്കുന്നതും സന്ധ്യ കാണുന്നു. ഈ കുട്ടിയെ നമുക്കെടുത്ത് വളർത്തിയാലോ എന്ന് തിലകനോട് സന്ധ്യ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് തിലകൻ പറഞ്ഞെങ്കിലും സന്ധ്യ അത് കേൾക്കുന്നില്ല. നമുക്കോ ഒരു കുട്ടി പോലും ഇല്ല, ദൈവമായിട്ട് ഇവനെ തന്നതല്ലേ, നമുക്ക് ഇവനെ എടുത്ത് വളർത്താമെന്ന് പറയുന്നു. അവന്റെ ശരീരത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മറുകുമുണ്ടായിരുന്നു. തിലകൻ ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും സന്ധ്യയുടെ നിർബന്ധം കാരണം ആ കുട്ടിയെ വളർത്താമെന്ന് അയാൾ സമ്മതിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റാൾക്കാർ പറയുന്നുണ്ട് ഇന്ന് ആ കുട്ടിയുടെ ജന്മദിനമാണെന്നും ഈ മരിച്ചുപോയ വാച്ച്മാൻ എവിടെ നിന്നോ ആണ് ഈ കുട്ടിയെ എടുത്ത് വളർത്തിയിരുന്നതെന്നും. കൃഷ്ണന്റെ ജന്മദിനവും ഈ കുട്ടിയുടെ ജന്മദിനവും ഒരേ ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവന് പാരിവേൽ കണ്ണൻ എന്ന് ഇവർ പേരിടുന്നു. എന്നാൽ അവർ എന്തൊക്കെ ശ്രമിച്ചിട്ടും ആ കുട്ടി ചിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പാരിയെ ചിരിപ്പിക്കാൻ അവർ പല അടവുകളും നോക്കി. ഒരു രീതിയിലും പാരി ചിരിച്ചില്ല. പാരി തിലകനെ അച്ഛനെന്ന് വിളിക്കുന്നത് തിലകൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നീ എന്റെ മോനൊന്നുമല്ല, നീ ഒരു അനാഥ ചെറുക്കനാണെന്ന് തിലകൻ പലതവണ പാരിയോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ അങ്ങനെ പറയുമ്പോൾ സന്ധ്യ അയാളോട് ദേഷ്യപ്പെടാറുണ്ട്. പാരി വളർന്നു വരും തോറും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെയൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ എപ്പോഴും ഭയങ്കര ദേഷ്യമായിരുന്നു, ചിരിക്കുകയും ഉണ്ടായിരുന്നില്ല. അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണമെങ്കിൽ അവൻ ഇഷ്ടമുള്ള കാര്യത്തിൽ അവൻ പ്രാവീണ്യം നേടണമെന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ അവനെ മാർഷൽ ആർട്സും മറ്റും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്ധ്യ വിടുന്നുണ്ട്. അതെല്ലാം അവൻ നന്നായിട്ട് പഠിച്ചെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സന്ധ്യ വലിയൊരു അസുഖം ബാധിച്ച് കിടപ്പിലായി. ആ സമയത്ത് പാരിയോട് അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. നീ ഞങ്ങളുടെ മകനല്ല എന്നും ഒരു വാച്ച്മാനാണ് നിന്നെ എടുത്തു വളർത്തിയിരുന്നെന്നും അയാൾ മരിച്ചപ്പോൾ ഞങ്ങൾ നിന്നെ എടുത്തു വളർത്തിയതാണെന്നും. ഇതൊക്കെ കൊണ്ടാണ് തിലകനെ താൻ അച്ഛാന്ന് വിളിക്കുമ്പോൾ അയാൾ തന്നോട് ദേഷ്യപ്പെട്ടിരുന്നതെന്ന് പാരിക്ക് മനസ്സിലായി. അവൻ ഒരിക്കൽ പോലും ചിരിച്ചു കണ്ടിട്ടില്ലാത്ത കാരണം സന്ധ്യ എപ്പോഴും അവന് പറയുമായിരുന്നു, നീ ചിരിക്കണം, നീ ചിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനെന്ന്. മാത്രമല്ല നീ അച്ഛന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം, കുറച്ചു കാലം കഴിയുമ്പോൾ അച്ഛൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്നും സന്ധ്യ അവനോട് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സന്ധ്യ മരിച്ചു. അവരുടെ അടക്കം വാരണാസിയിൽ വെച്ചായിരുന്നു തിലകൻ നടത്തിയത്. അവിടെ വെച്ച് രുക്മിണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പാരി കാണുന്നുണ്ട്. അവളുടെ അമ്മയുടെ ചിതയും അവിടെയാണ് ഒരുക്കിയിരുന്നത്. പാരി വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് ആ പെൺകുട്ടി അവനോട് പറയുന്നുണ്ട്, നീ കരയാതെ ചിരിച്ച മുഖത്തോടു കൂടി നിന്റെ അമ്മയെ യാത്ര അയച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലെത്തുമെന്ന്, അല്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനവും കിട്ടില്ല എന്ന്. എന്നിട്ട് പോലും അവന് ചിരിക്കാൻ തോന്നിയില്ല. അവന്റെ അമ്മ പറയുന്ന പോലെ ആ പെൺകുട്ടി അവനോട് പറയുന്നുണ്ട്, നീ ചിരിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുമെന്ന്. പരസ്പരം പേര് പറഞ്ഞ് അവർ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവന്റെ ശരീരത്തിലുള്ള ആ ഒരു മാർഗ് രുക്മിണി കാണുന്നു. എന്നാൽ ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി. അവിടെ നിന്നും തിരിച്ച് ട്രെയിനിൽ വരുന്ന നേരം നമ്മുടെ തിലകനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ അളിയനും സംഘവും വീണ്ടും എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെയെല്ലാം തന്നെ താൻ പഠിച്ച വിദ്യകൾ ഉപയോഗിച്ച് പാരി നേരിട്ടു. തിലകന്റെ ജീവൻ രക്ഷിക്കുന്നു. അതോടുകൂടി തിലകൻ അവനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. കാരണം ഇവനെ ദത്തെടുത്ത സമയത്ത് ഒരു പൂജാരി അയാളോട് എപ്പോഴും പറയുമായിരുന്നു, ഇവൻ നല്ല രാശിയിൽ ജനിച്ചവനാ, അതുകൊണ്ട് ഇവൻ നിന്നെ സംരക്ഷിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് പാരിയെ സ്നേഹിക്കാൻ ആരംഭിച്ചു തിലകൻ. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആഫ്രിക്കയിലെ ഒരു തുറമുഖമാണ്. അതൊരു വാർ നടക്കുന്ന പ്രദേശമായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാരാകട്ടെ അവിടേക്ക് വന്ന കണ്ടെയ്നറുകളിൽ നിന്ന് എന്തൊക്കെയോ എടുക്കാൻ കാത്തിരിക്കുകയാണ്. ഗോൾഡ് ഫിഷ് എന്ന് അവർ കോഡിനെയും ഇട്ടിരുന്ന എന്തോ ഒരു സാധനം അവിടേക്ക് എത്തേണ്ടതുണ്ട്. എന്നാൽ അവരത് തുറന്നു നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഉണക്ക മത്സ്യങ്ങൾ മാത്രമായിരുന്നു. തങ്ങളുടെ ലോഡ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അവർ പരസ്പരം നോക്കുകയും ആകെ ദേഷ്യം കൊണ്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അതേസമയം നമ്മുടെ തിലകനെയും കാണിക്കുന്നുണ്ട്. അയാൾ അവിടെ ന്യൂസ് വെച്ചിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, കേരളത്തിൽ നിന്നും പഴയ രാജാക്കന്മാർ സമ്മാനമായി നൽകിയ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഗോൾഡുകൾ ആരോ മോഷ്ടിച്ചുവെന്ന്. ബാക്ക്ഗ്രൗണ്ടിൽ ഈ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കെ തന്നെ തിലകന്റെ രണ്ടാമത്തെ ഭാര്യയും അയാൾക്ക് അവരിലുണ്ടായ അയാളുടെ യഥാർത്ഥ മകനെയും കാണിക്കുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അന്ന് പാരിയുടെ വിവാഹമാണെന്ന്. ആ അനാഥച്ചക്കന് വേണ്ടിയിട്ട് ഇത്രയ്ക്ക് അണിഞ്ഞൊരുങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്ന് തിലകനോട് അയാളുടെ വൈഫ് പറയുന്നുണ്ട്. എന്നാൽ അവന്റെ വലം കൈയാണെന്നാണ് അയാൾ എപ്പോഴും പറയുന്നത്. ആ സമയത്ത് നമ്മളെ പാരിയെ കാണിക്കുന്നു. തിലകന്റെ കൂടെ ചേർന്ന് അയാളുടെ ഒരുപാട് ക്രൈമുകളിൽ പാരിയും കൂടെ നിന്നിട്ടുണ്ട്. എന്നാൽ ആ പരിപാടി എല്ലാം തന്നെ നിർത്തിയിട്ട് അവനിപ്പോൾ വിവാഹം കഴിക്കാൻ പോവുകയാണ്. വിവാഹത്തിന് മുമ്പ് പഴയ റൗഡികളെ എല്ലാം തന്നെ കണ്ടിട്ട് അവൻ പറയുന്നുണ്ട്, നിങ്ങളുമായിട്ടൊക്കെ ഞാൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വിവാഹശേഷം ഞാനും എന്റെ വൈഫും ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി സമാധാനത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് ഒരു പ്രശ്നത്തിന് നിങ്ങൾ എന്റെ പുറകെ വരരുതെന്നും. ഈ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. രുക്മിണി എന്ന് അവൻ പറയുന്നു. അങ്ങനെ കഥയൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഒരു ദിവസം പാരിയാകട്ടെ തിലകന് രണ്ടാമത്തെ ഭാര്യയിലുണ്ടായ മകനുമായിട്ട് അവന്റെ പട്ടിക്കുട്ടിയെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു. ആ ഹോസ്പിറ്റലിലെ വെറ്റിനറി ഡോക്ടറായിരുന്നു നമ്മുടെ നായികയായ രുക്മിണി. പാരി ഈ നായെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടെന്നും അത് കാരണം ഈ നായി ഡിപ്രഷനിലാണെന്നൊക്കെയാണ് അവന്റെ അനിയ രുക്മിണിയോട് പറയുന്നത്. അങ്ങനെ രുക്മിണി ഇവനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിനെ സ്നേഹത്തോടെ കൊഞ്ചിക്കണമെന്ന് പറഞ്ഞിട്ട് ആ നായ്ക്കുട്ടി അവന്റെ കയ്യിലോട്ട് കൊടുത്തതും അതാകട്ടെ അവന്റെ ഡ്രസ്സിൽ യൂറിനേറ്റ് ചെയ്യുന്നു. ദേഷ്യം വന്ന അവനാകട്ടെ ആ ഡ്രസ്സ് ഊരി അത് പിഴിഞ്ഞു കളയുന്നുണ്ട്. ആ നേരത്താണ് അവന്റെ ശരീരത്തിൽ ആ മറുകവൾ ശ്രദ്ധിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വാരണാസിയിൽ വെച്ച് കണ്ട അതേ പാരി തന്നെയാണിതെന്ന് അവൾക്ക്
മനസ്സിലായി. അവിടെ നിന്നും പോകാൻ നേരത്ത് അവള് പിറകെ പോയി അവനോട് പറയുന്നുണ്ട്, നിങ്ങളെന്താ ചിരിക്കാത്തെ, നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമെന്ന്. തന്റെ അമ്മ കഴിഞ്ഞിട്ട് രുക്മിണി മാത്രമേ അങ്ങനെ ഒരു വേർഡ് അവനോട് പറഞ്ഞിട്ടുള്ളൂ. അത് കാരണം അവന് മനസ്സിലായി താനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ട രുക്മിണി തന്നെയാണിതെന്ന്. വീണ്ടും ഒരു തവണ കൂടി അവളെ കാണണമെന്ന് ആഗ്രഹിച്ച അവന്റെ മുൻപിലേക്ക് തന്നെ അവൾ വന്നിരിക്കുന്നു. അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയും അവൻ അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അന്ന് വാരണാസിയിൽ വെച്ച് അവൾ വന്ന് ഇവനോട് സംസാരിക്കാൻ തന്നെ ഒരു കാരണമുണ്ടായിരുന്നു. അവളുടെ അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ കുടിച്ചു ബോധമില്ലാതെ കിടക്കുകയാണ്. ചിതയ്ക്ക് തീ കൊളുത്താൻ അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു പെൺകുട്ടി ചിതയ്ക്ക് തീ കൊളുത്തുന്നത് ശരിയല്ല എന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു. തന്റെ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയിട്ടിരുന്ന പാരിയോട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്ത്രീകൾ പറയുന്നുണ്ട്, ഈ ചിതയ്ക്ക് കൂടി തീ കൊളുത്താമോ എന്ന്. അങ്ങനെ പാരി ആ ചിതയ്ക്ക് തീ കൊളുത്താൻ വരുമ്പോ അവൻ രുക്മിണിയുടെ കൈ കൂടി പിടിച്ചു ചേർത്തുകൊണ്ടാണ് തീ കൊളുത്തുന്നത്. ഒരുപാട് പേര് അതിനെ എതിർത്തിട്ടും അവൻ അതൊന്നും തന്നെ വകവച്ചില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ പാരിയെ രുക്മിണിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് അവനോട് വന്നിരുന്ന് സംസാരിച്ചതും അവനോട് ചിരിക്കാൻ അവൾ ആവശ്യപ്പെട്ടതും. ആ പാരിയെ അവൾ വീണ്ടും കണ്ടുമുട്ടിയതോടുകൂടി പിന്നീട് അവർ പരസ്പരം പ്രണയിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. 4 വർഷത്തോളം അവർ പ്രണയിച്ചു. അതിനിടയിൽ ഇവൻ തിലകന്റെ കൂടെ ചേർന്നിട്ട് ആൾക്കാരെ അടിക്കുന്നതും ഇടിക്കുന്നതും എല്ലാം തന്നെ അവൾ എതിർക്കാൻ തുടങ്ങി. അവന്റെ ഈ ദേഷ്യ സ്വഭാവം എല്ലാം മാറ്റി നല്ലൊരു വ്യക്തിയായില്ലെങ്കിൽ അവനെ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് അവൾ പറയുന്നതോടുകൂടി അവൻ ആ പ്രവർത്തികളെല്ലാം തന്നെ നിർത്താമെന്ന് സമ്മതിക്കുകയും അതവൾക്ക് ബോധ്യപ്പെട്ടതോടുകൂടി അവനെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ചടങ്ങുകളിലേക്ക് തിലകൻ വരുന്നുണ്ട്. അയാളുടെ കൂടെ അയാളുടെ റൗഡീസും ഉണ്ടായിരുന്നു. ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് താൻ പറഞ്ഞിട്ടും എന്തിനാ കൊണ്ടുവന്നേന്ന് പാരി ചോദിക്കുന്നുണ്ട്. അതൊന്നും രുക്മിണിക്ക് ഇഷ്ടമാകില്ല. ഇവരെ കൂട്ടാതെ നീ കല്യാണം കഴിക്കുന്നത് മോശമാണെന്നാണ് തിലകൻ പറയുന്നത്. പാർട്ടി ആഘോഷങ്ങളും എല്ലാം തന്നെ നടക്കുന്നതിനിടയ്ക്ക് തിലകനാകട്ടെ പാരിയെ ടെറസിലേക്ക് വിളിക്കുന്നു. അയാൾ അവനോട് ആഫ്രിക്കയിൽ നിന്നും വന്ന ഫാക്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവിടേക്ക് കയറ്റി അയച്ച് ചരക്കിന് പകരം അവിടെ എത്തിയിരിക്കുന്നത് ഉണക്ക മത്സ്യങ്ങളാണ്. അതിന്റെ പിന്നിൽ നീയാണെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ ഗോൾഡ് ഫിഷ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നീ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. അതിന്റെ പിന്നിൽ താൻ തന്നെയാണെന്നാണ് പാരി പറയുന്നത്. ഞാൻ അത് മാറ്റിയത്. നമ്മൾ ഒരുപാട് ക്രൈമുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് അതുപോലെയല്ല. ഇത് വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും നിങ്ങളെ അനുവദിക്കില്ല. പണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. ഇനിയും അതിന്റെ പേരിൽ ആർത്തി കാണിച്ചുകൊണ്ട് ഈ ഒരു ഡീല് കൂടി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒരു പ്രേമം തലയ്ക്ക് പിടിച്ചപ്പോഴേക്കും നീ എല്ലാ കാര്യങ്ങളും മറന്നിട്ട് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയല്ലേ. അതിന് ഞാൻ എതിരെ നിൽക്കണ്ട എന്നുണ്ടെങ്കിൽ എന്റെ ചരക്ക് എവിടെയെന്ന് നീ പറയണമെന്ന് തിലകൻ പറയുന്നുണ്ട്. എന്നാൽ ഒരു കാരണവശാലും പാരി അത് തുറന്ന് പറയുന്നില്ല. അവനത് എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. അത് പറയാൻ കൂട്ടാക്കാത്ത കാരണം ദേഷ്യത്തിൽ അവനെ അനാഥച്ചക്കനെന്നും ചെറുപ്പത്തിൽ നിന്നെ കൊല്ലേണ്ടതായിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയിരുന്നു. അവനെ അടിച്ച് താഴേക്ക് ഇടുന്നു. ചെറുപ്പം മുതലേ അനാഥനെന്ന് കേട്ട് അവന് സഹി കെട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് രുക്മിണി പെട്ടെന്ന് അവിടേക്ക് കയറി വന്നപ്പോ ഇതൊന്നും അവൾ കാണാന്ന് കരുതിയിട്ട് പെട്ടെന്ന് അവളെയും വിളിച്ചുകൊണ്ട് അവൻ താഴേക്ക് പോകുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും പോവുകയല്ലേ, അതിന്റെ കുറച്ച് വിഷമമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കള്ളം പറയുന്നു. പാരി തന്റെ കൂടെയുള്ള ആൾക്കാരോട് പറയുന്നുണ്ട് ഉടനെ ഇവിടെ ഒരു പ്രശ്നം നടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എല്ലാവരും കരുതിയിരുന്നോളാൻ. വീണ്ടും തിലകം വിളിച്ചിട്ട് അവൻ താഴെ സദ്യ കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അയാൾ രണ്ടും കൽപ്പിച്ച് തന്നെയായിരുന്നു. അവൻ ആ ഗോൾഡ് ഫിഷ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ രുക്മിണിയെ കൊല്ലുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നു. രുക്മിണിയുടെ അടുത്തേക്ക് ആൾക്കാർ പോകാൻ തുടങ്ങിയതോടുകൂടി പാരി അവൾക്ക് കൊടുത്ത വാക്കൊക്കെ മറന്നിട്ട് ഇവരെ എല്ലാവരെയും അടിക്കാൻ ആരംഭിച്ചു. ഇവരുമായിട്ട് അടിയുണ്ടായിക്കൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് തിലകൻ രുക്മിണിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. രുക്മിണിയുടെ നേരെ അയാൾ കത്തി വീശുന്നതിന് മുൻപ് തന്നെ പാരി തടയുകയും അയാളുടെ വലം കൈ വെട്ടി താഴെയിടുകയും ചെയ്യുന്നു. ഇത് കണ്ട് രുക്മിണി ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. തനിക്ക് തന്ന വാക്കൊക്കെ മറന്നിട്ട് അവൻ വീണ്ടും ആൾക്കാരെ വെട്ടാനും കുത്താനും തുടങ്ങിയതോടുകൂടി ആ കല്യാണം ഇനി നടക്കില്ല എന്ന് രുക്മിണി പറയുന്നു. അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം പാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ജയിലിലെത്തിയ പാരിയെ നിരന്തരം അവിടെയുള്ളവർ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. തിലകം പറഞ്ഞിട്ട് ഗോൾഡ് ഫിഷ് എവിടെയെന്ന് കണ്ടുപിടിക്കാനായിരുന്നു അത്. എന്നിട്ടും അവനൊന്നും വിട്ടു പറഞ്ഞില്ല. പാരിയെ കാണാൻ അവന്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ അവര് പറയുന്നുണ്ട് രുക്മിണി അവളുടെ അച്ഛനും നാട് വിട്ട് എവിടേക്കോ പോയി എവിടെയാണെന്ന് അറിയില്ല എന്ന്. അവളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പാരി അവരോട് പറയുന്നു. അതേസമയം തിലകനും രുക്മിണി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെങ്കിലും പാരിയെ കൊണ്ട് സത്യങ്ങൾ തുറന്നു പറയിക്കാനായിരുന്നു അയാളുടെ ശ്രമം. അവരന്വേഷിച്ചിട്ടും രുക്മിണിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ശരിക്കും തിലകൻ ആ ഗോൾഡ് ഫിഷ് കടത്തിയത് തിലകൻ ബോസ് എന്ന് വിളിക്കുന്ന ഒരു പൊളിറ്റീഷ്യന് വേണ്ടിയായിരുന്നു. ആ പൊളിറ്റീഷ്യൻ തിലകനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്റെ ലോഡ് തനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അത് കിട്ടിയില്ലെങ്കിൽ മൊത്തം രാഷ്ട്രീയത്തെ അത് ബാധിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ഇവിടെ പാരിയെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചിട്ടും അവനൊന്നും തുറന്നു പറയുന്നില്ല. രുക്മിണിയെ കുറിച്ച് അവർ മോശമായിട്ട് പറയുമ്പോഴേക്കും അവൻ ദേഷ്യം വന്നിട്ട് പോലീസുകാരെയൊക്കെ അടിക്കുന്നു. അവരുടെ ഒരാളുടെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് സ്വന്തം തലയ്ക്ക് തന്നെ വെക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സത്യം ആർക്കും അറിയാൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. അതോടെ പോലീസുകാർ പേടിച്ചു. ഇവൻ എന്തെങ്കിലും പറ്റി ഇവൻ മരിച്ചു കഴിഞ്ഞാൽ തിലകനും ആ രാഷ്ട്രീയക്കാരനും ഉൾപ്പെടെ എല്ലാവരും ഈ പോലീസുകാരെ വെറുതെ വിടില്ല. അതോടുകൂടി അവരെല്ലാവരും മര്യാദയ്ക്ക് പാരിയോട് പെരുമാറാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് പാരിയെ ആരും ഉപദ്രവിക്കാൻ നിന്നില്ല. അവൻ പുറത്ത് എങ്ങനെയാണോ വലിയ ആളായിട്ട് നിന്നിരുന്നത് അതുപോലെ ജയിലിൽ നിൽക്കാൻ തുടങ്ങി. ഒരു പോലീസുകാരൻ ഒരു ദിവസം പാരിയോട് പറയുന്നുണ്ട്, നിനക്കിവിടെ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ ഒരു വഴിയുണ്ട്. പുറത്ത് ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ ഒക്കെ നടത്തുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് നല്ല പോലെ ഫൈറ്റ് ചെയ്യാൻ അറിയാവുന്ന നിന്നെ പോലുള്ള ആൾക്കാരെ വേണം. 10 ലക്ഷം രൂപയാണ് നിനക്ക് വേണ്ടി അവർ പറഞ്ഞിരിക്കുന്നത്. നീ അവരുടെ കൂടെ പോവുകയാണെങ്കിൽ ഈ ജയിലിൽ കിടക്കേണ്ട കാര്യമില്ല. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വേണ്ടെന്നാണ് പാരി പറയുന്നത്. അങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പാരിയുടെ സുഹൃത്തുക്കൾ വന്ന് അവനോട് പറയുന്നുണ്ട് രുക്മിണി എവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയെന്ന്. അവളുടെ അച്ഛൻ മരിച്ചുപോയി. അവളിപ്പോൾ ഉള്ളത് ആൻഡമാൻ ദ്വീപിലാണെന്നും അവിടെ ചെറിയൊരു ഹോസ്പിറ്റൽ നടത്തുകയാണെന്നും. അതോടുകൂടി പാരിക്ക് എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവളെ
കണ്ടാ മതിയെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൻ വീണ്ടും ആ പോലീസുകാരനെ കണ്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ ഒരു വഴിയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതെന്താണെന്ന്. ആ ഫോറിൻ ഗ്രൂപ്പിനെ എത്രയും പെട്ടെന്ന് വിളിക്കാൻ പാരി പറയുന്നതോടുകൂടി പോലീസുകാർ അന്ന് രാത്രി തന്നെ ആ ഫോറിൻ ഗ്രൂപ്പിനെ വിളിക്കുന്നു. നല്ലൊരു ഫൈറ്ററായ അവനെ നല്ല കാശ് കൊടുത്ത് അവർ വാങ്ങി. എന്നാൽ ഓൾറെഡി പാരിയാകട്ടെ നേരത്തെ തന്നെ ചില പ്ലാനുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ സുഹൃത്തുക്കളെ അവിടെ സെറ്റാക്കി നിർത്തിയ പാരിയാകട്ടെ ആ ഫോറിൻ ഗ്രൂപ്പുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. അവൻ ജയിലിൽ വെച്ച് സ്റ്റിക്ക് ഫൈറ്റിംഗ് കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മാസ്റ്ററിൽ നിന്നാണ് അവനത് പഠിച്ചത്. അങ്ങനെ പല വിദ്യകളും പഠിച്ച അവന് അവരെല്ലാം അടിച്ചൊതുക്കാൻ ഈസി ആയിരുന്നു. അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ടു പോവുകയാണ്. ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിയ ഇവനാകട്ടെ രക്ഷപ്പെട്ടു പോയത് അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കി. അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഇവനെ പിടിക്കാൻ നടക്കുകയാണ്. പാരി രക്ഷപ്പെട്ട വിവരം തിലകൻ അറിയുന്നു. ഈ ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്ക് പാരിയെ കൊണ്ടുപോകുന്നു എന്ന വ്യാജനയായിരുന്നു ജയിലിൽ നിന്നും അവനെ പുറത്തിറക്കിയത് തന്നെ. അവന് പകരമായിട്ട് മറ്റൊരു ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ കൂടി അവർ സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പില് ആ ഫോറിൻ ഗ്രൂപ്പിന് പാരിയെ വിറ്റതായിരുന്നു ആ പോലീസുകാരൻ. എന്നാൽ പാരി രക്ഷപ്പെട്ടു പോവുകയും അവന് പകരമുള്ള ആള് രണ്ടാമത്തെ ജയിലിൽ പോവുകയും ചെയ്തതോടുകൂടി ഇനി പോലീസുകാർക്ക് പാരിയെ അന്വേഷിച്ച് നടക്കാനും പറ്റില്ല. അതിനിടയ്ക്ക് ചാപ്ലിൻ ലാലി എന്ന് പറയുന്ന ഒരാളെ നമ്മളെ കാണിക്കുന്നുണ്ട്. തമാശകൾ പറഞ്ഞ് ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു ഡോക്ടറാണ് അയാള്. തിലകൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്കും ചിരിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ചാപ്ലിൻ അയാൾക്ക് ഒരു കാർഡൊക്കെ കൊടുക്കുന്നു. ദേഷ്യം വന്ന തിലകൻ അയാളെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ പാരിയും കൂട്ടരും വന്നിട്ട് ഈ ചാപ്ലിൻ ലാലിയെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് കാണിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് അയാൾ ജയിലിലേക്ക് വരികയും അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ചിരിക്കാതിരുന്ന പാരി അയാൾ അന്ന് തന്നെ നോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടറിന്റെ സഹായത്തോടു കൂടി ആൻഡമാനിലേക്ക് പോകാനായിരുന്നു പാരിയുടെ പ്ലാൻ. അയാളുടെ ഐഡന്റിറ്റി സ്വീകരിച്ച് താൻ ഇങ്ങനെ ചിരിപ്പിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് ആ ദ്വീപിലെ ആൾക്കാരെ ചിരിപ്പിക്കാനും അവിടെ ഒരു ചെറിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ആ ദ്വീപിലേക്ക് പോകുന്നു. അതിനുള്ള അനുമതിയെല്ലാം തന്നെ തന്റെ സുഹൃത്തുക്കളെ വിട്ട് ഓൾറെഡി തന്നെ പാരി അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപിടിയൊക്കെ വിട്ടിട്ട് താനിപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെന്നും ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടെന്നും രുക്മിണിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പാരിയുടെ ഈ കളിയെല്ലാം തന്നെ. ഇവിടെ തിലകനെ അയാളുടെ ബോസ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ പാരിയെയും അവൻ എടുത്തുകൊണ്ടുപോയ ആ ഗോൾഡ് ഫിഷും തിരികെ കൊണ്ടു തന്നില്ലെങ്കിൽ നീ ജയിലിലാകുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പാരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഫോറിൻ ഗ്രൂപ്പും തിലകനും ഒന്നിക്കുന്നു. അങ്ങനെ പാരിയും ചാപ്ലിൻ ലാലിയും ചേർന്നിട്ട് അവിടെ ഹോസ്പിറ്റൽ ആരംഭിക്കുകയും ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ തമാശകളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പാരിക്ക് നല്ല പോലെ തമാശയൊന്നും തന്നെ പറയാൻ അറിയില്ലല്ലോ. അവനൊട്ട് ചിരിക്കത്തുമില്ല. അത് കാരണം അവിടെയുള്ള ആൾക്കാരും ചിരിച്ചില്ല. അവന്റെ കോമഡി ഒന്നും അവിടെ ഏറ്റതുമില്ല. അതിനിടയ്ക്ക് അവൻ രുക്മിണിയെ കൂടി അവിടെ കണ്ടതോടുകൂടി അവന്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അവളും അവനെ കണ്ടെന്ന് ഞെട്ടി. അവന്റെ തമാശകൾ ഏൽക്കാത്ത കാരണം ചാപ്ലിൻ തന്നെ വന്നു നിന്ന് തമാശകളൊക്കെ പറയുന്നു. ആ ഒരു ദ്വീപിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മിൽട്ടൺ എന്ന് പറയുന്ന ഇയാളും അയാളുടെ മകൻ ഫ്രെഡിയുമായിരുന്നു. ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഫ്രെഡിക്ക് എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ചാപ്ലിൻ ഇവിടെ ആൾക്കാരെ പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും തറയിലിരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രം ചിരിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അവരുടെ മുഖത്ത് എപ്പോഴും ഭയം മാത്രമായിരുന്നു. ഇവരെന്താ ചിരിക്കാത്തെന്ന് ചാപ്ലിൻ ചോദിക്കുമ്പോൾ മിൽട്ടൺ പറയുന്നുണ്ട്, എന്നെ പേടിച്ചിട്ടായിരിക്കും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കുമെന്ന്. എല്ലാവരും ഒന്ന് ചിരിക്കുന്ന പറഞ്ഞപ്പോൾ അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിക്കാൻ ആരംഭിച്ചു. അതവരുടെ ഉള്ളിൽ നിന്ന് വന്ന ചിരിയായിരുന്നില്ല, പേടിച്ചിട്ടുള്ള ചിരിയായിരുന്നു. പാരി വന്ന് രുക്മിണിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പഴയ അടിപിടിയൊക്കെ നിർത്തി ഇപ്പോൾ ഇങ്ങനെയൊരു ജോലിയാ ചെയ്യുന്നത്, അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന്. അവൻ എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ടും അവൾ അവന് മാപ്പൊന്നും തന്നെ കൊടുക്കുന്നില്ല. നീയോ ചിരിക്കില്ല, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഈ ദ്വീപിലുള്ള ആൾക്കാരെയെങ്കിലും നീ ഒന്ന് ചിരിപ്പിക്കാനാണ് അവൾ ആവശ്യപ്പെടുന്നത്. കണ്ണാടിയിൽ നോക്കി അവൻ പലതവണ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവന് ചിരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് ശ്രമത്തിനൊടുവില് അവൻ ആൾക്കാരെ ചിരിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ ചിരിച്ചില്ലെങ്കിലും ചുറ്റും കൂടിയിരുന്ന ചിലരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ആ തറയിലിരിക്കുന്ന ആൾക്കാർ മാത്രം ചിരിച്ചില്ല. തന്റെ അസിസ്റ്റന്റ് വഴി ഇതൊക്കെ രുക്മിണി അറിയുന്നുണ്ട്. അവന്റെ ചിരിക്കാത്ത മുഖം വെച്ചിട്ടുള്ള തമാശകൾ കേട്ടിട്ട് ആൾക്കാരൊക്കെ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അങ്ങനെ ഇരിക്കെ ഫ്രെഡി വന്ന ഒരു ദിവസം പാരിയെയും കൂട്ടരെയും വിളിച്ചുകൊണ്ട് പോകുന്നു. അവന്റെ താവളത്തിൽ വന്നിട്ട് ഇതുപോലൊരു പ്രോഗ്രാം നടത്തുന്നതായിരുന്നു അവൻ ആവശ്യപ്പെട്ടത്. ഫ്രെഡിക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. എന്നാൽ തന്റെ നോട്ടം മുഴുവൻ ഈ ദ്വീപിലുള്ള ആ വെറ്റിനറി ഡോക്ടറിലാണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ടപ്പോ പാരിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് അവൻ അതൊന്നും തന്നെ കേൾക്കാത്ത മട്ടെടുത്തു. അന്ന് രാത്രി ഫ്രെഡി ആകട്ടെ അതുവഴി പോയ ഒരു മൃഗത്തെ വെടിവെച്ചിടുന്നുണ്ട്. അടച്ചുമൂടിയിട്ടിരുന്ന ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലായിരുന്നു ആ മൃഗം മരിച്ചു വീണത്. അതിനെ പരിശോധിക്കാൻ രുക്മിണി വന്നെങ്കിലും അവൾ എത്തുന്നതിന് മുൻപ് തന്നെ അതിന്റെ ജീവൻ പോയി. ഇത് ചെയ്തത് ഫ്രെഡിയാണെന്ന് അറിഞ്ഞതോടുകൂടി അവൾ ഫ്രെഡിയുമായിട്ട് വഴക്കിടുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ മിൽട്ടനോട് പറയുന്നുണ്ട് ഇത് അപശകുനമാണെന്ന്. ഈ അമ്പലം കുറെ വർഷങ്ങളായിട്ട് അടച്ചുമൂടിയിട്ടിരിക്കുകയില്ലേ, അവിടുത്തെ ദീപം കോപിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മിറാസ് എന്ന് പറയുന്ന ആളോട് പറഞ്ഞിട്ട് ഈ ജഡാമുനി ക്ഷേത്രം ഒന്ന് തുറക്കുമോ എന്ന് മിൽട്ടനോട് ആൾക്കാർ ആവശ്യപ്പെടുന്നു. ക്ഷേത്രം തുറക്കാൻ വേണ്ടിയിട്ട് പുതിയ അടവുകളുമായിട്ട് വരണ്ട എന്നാണ് മിൽട്ടൺ എല്ലാവരോടും പറയുന്നത്. ഫ്രെഡി രുക്മിണിയോട് പറയുന്നുണ്ട് ഈ നിൽക്കുന്ന ജനങ്ങളെ അടിമകളാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അവര് തന്നെയാണ് വിനോദത്തിനും വേട്ടയാടലിനും വേണ്ടിയിട്ട് ഇതുപോലുള്ള മൃഗങ്ങളെ ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ വേട്ടയാടിയത്. ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ അവൻ കയറി പിടിച്ചതും പാരിക്ക് അത് കണ്ട് ദേഷ്യം വന്നിട്ട് അവനെ അടിക്കാൻ പറ്റാത്തത് കാരണം
ബാക്കിലുണ്ടായിരുന്ന ആ അടച്ചിട്ട അമ്പലത്തിന്റെ ഡോറിൽ അവൻ ശക്തമായി അടിക്കുന്നു. ആ ഡോറ് പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട് ആൾക്കാരെല്ലാം കൈയെടുത്ത് കുമ്പിടുകയായിരുന്നു. എന്നാൽ പാരി പറയുന്നുണ്ട് താൻ അറിയാതെ കൈകൊണ്ടിടിച്ചപ്പോൾ വീണുപോയതാണെന്ന്. പിന്നീട് കാണിക്കുന്നത് ചാപ്ലിനും പാരിയും അവന്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെ ഈ ദ്വീപിന്റെ ഒരു സൈഡിലിരിക്കുന്നതാണ്. ചെറിയ ബോട്ടിലും വെള്ളത്തിലുമായിട്ട് എന്തൊക്കെയോ പെട്ടികൾ ഇവിടേക്ക് വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പാരിയും തന്റെ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഫ്രെഡിയുടെ സ്ഥലത്തേക്ക് പോവുകയും ആ മാനിനെ കൊന്നതിന്റെ പേരിൽ ഫ്രെഡിയുമായിട്ട് വഴക്കിടുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല രുക്മിണി ആവശ്യപ്പെട്ട പ്രകാരം ഇനിയൊരു മൃഗത്തെയും ഇവിടെ കൊല്ലരുതെന്നും പറയുന്നുണ്ട്. മർമ്മം നോക്കിയുള്ള അവന്റെ അടി കാരണം എല്ലാവരും ഒറ്റ അടിയിൽ തന്നെ വീണു. കുറെ കഴിയുമ്പോൾ രുക്മിണിയുടെ അടുത്തൊരു പോലീസുകാരൻ വന്നിട്ട് പറയുന്നുണ്ട് ഫ്രെഡി വേട്ടയാടിയ മാനുകളെ എല്ലാം തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്, ഇനിയൊരു മാനിനെ പോലും കൊല്ലില്ല എന്ന് അവൻ പറഞ്ഞിട്ടുമുണ്ടെന്ന്. ഒരു ദിവസം കൊണ്ട് ഇവൻ ഇങ്ങനെ മാറിയെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വന്ന ആ ഡോക്ടറാണ് അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചതെന്ന്. അയാൾ അവനോട് കാര്യമായിട്ട് വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. കുറച്ചു കഴിയുമ്പോൾ പാരി അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഒരു 10 മിനിറ്റ് എന്റെ കൂടെ വാ, ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്, നിനക്ക് വിശ്വാസം ആകുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന്. അവളെയും കൂട്ടി അവൻ നേരെ ഫ്രെഡിയുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നാൽ ഇവനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഫ്രെഡി കുറച്ച് ആൾക്കാരെ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ പാരി അന്വേഷിച്ച് നടന്നിരുന്ന ആ ഫോറിൻ ഗ്രൂപ്പ് തന്നെയായിരുന്നു. പാരി അവിടേക്ക് വരുന്ന കണ്ടതും ഫോറിൻ ഗ്രൂപ്പിലെ ആൾക്കാർ ഞെട്ടിപ്പോയി. കാരണം ഇവനെ അന്വേഷിച്ചാണല്ലോ ഇത്രയും ദിവസം ഇവർ നടന്നിരുന്നത്. അവർ ആ വിവരം പെട്ടെന്ന് തന്നെ തിലകനെ വിളിച്ചു പറയുന്നു. നമ്മൾ രണ്ടുപേരും അന്വേഷിച്ചുകൊണ്ടിരുന്ന പാരി ഇവിടെയുണ്ടെന്നും അവന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്നും. തൽക്കാലം ഇപ്പോൾ നിങ്ങളെ അവൻ കാണണ്ട, നിങ്ങൾ ഒളിച്ചിരുന്നോ, ഞാനും കൂടെ അവിടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അവനെ പിടിക്കാമെന്നാണ് തിലകം പറയുന്നത്. അങ്ങനെ ഈ ഫോറിൻ ഗ്രൂപ്പ് ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. പാരി രുക്മിണിയും കൊണ്ട് ഫ്രെഡിയുടെയും കുട്ടറുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. തങ്ങളെ അടിച്ചെന്നൊന്നും ഫ്രെഡി അവളോട് പറയുന്നില്ല. ഡോക്ടർ നല്ല സൗമ്യമായിട്ട് സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അനുസരിച്ചതാണെന്നാണ് അവർ രുക്മിണിയോട് പറയുന്നത്. അത് കേട്ട് രുക്മിണി വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഫോറിൻ ഗ്രൂപ്പിലെ ആൾക്കാരുടെ കിങ്ങിനെ കാണിക്കുന്നത്. മൈക്കിൾ എന്നായിരുന്നു അവന്റെ പേര്. ഒരു റബ്ബർ കൾട്ട് നടത്തുന്ന വ്യക്തിയാണ് മൈക്കിളും അവന്റെ അച്ഛനും. ആൻഡമാനിലെ തന്നെ മറ്റൊരു ചെറിയ ദ്വീപിലാണ് ഇവർ ആ കൾട്ട് നടത്തുന്നത്. ഫോറിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അത് കാണാൻ വരും. ആ ദ്വീപിലെ ശക്തിയില്ലാത്ത ലോക്കൽസിനെയും ഇവര് പലയിടത്തു നിന്നും കൊണ്ടുവരുന്ന കുറച്ച് ഫൈറ്റേഴ്സിനെയും തമ്മിൽ ഫൈറ്റ് നടത്തും. ആ ഫൈറ്റ് കാണാനാണ് ഈ ഫോറിനേഴ്സ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. തോക്കുന്ന ടീമിലെ ഒരാളെ ജയിക്കുന്ന ടീമിലെ ഒരാൾക്ക് കൊല്ലാം. ഇവിടെ നമ്മുടെ രുക്മിണി വിചാരിക്കുന്നുണ്ട് പാരി മൊത്തത്തിൽ മാറിയെന്ന്. അത് കാരണം അവനോട് ക്ഷമിച്ചിട്ട് അവനെ അവൾ കെട്ടിപ്പിടിക്കുന്നു. ആ നിമിഷം അവന്റെ മുഖത്ത് യഥാർത്ഥ ചിരി വരുന്നുണ്ട്. അന്ന് ആദ്യമായിട്ടായിരുന്നു അവൻ ചിരിക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഈ ദ്വീപിൽ നടത്തിയ ചില കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന റബ്ബർ മരങ്ങളിൽ നിന്നും റബ്ബർ എടുത്തിട്ട് അത് വെച്ചിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുകയായിരുന്നു അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്തായിരുന്നു ഇവർ ജോലി എടുപ്പിച്ചുകൊണ്ടിരുന്നത്. ലേബർ റൈറ്റ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഇവർ കൊന്നൊടുക്കി. പുതുതലമുറയിലുള്ള ആൾക്കാരും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫൈറ്റ് കാണാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വലിയ തുക കൈപ്പറ്റിയിട്ട് സാധാരണ ജനങ്ങളെ ഉപയോഗിച്ച് അവിടെ ഫൈറ്റ് നടത്തും. അടിമകളായിട്ടുള്ള ജനങ്ങൾക്ക് ഇതൊന്നും തന്നെ എതിർക്കാനും സാധിച്ചില്ല. ആ നാട്ടില് ഓരോ ആൺകുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടിയെ ആദ്യം ഇവരുടെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത്. ഇവരതിനെ പരിശോധിച്ചിട്ട് അടിമ എന്ന മുദ്ര കുത്തിവിടും. 12 വയസ്സായി കഴിയുമ്പോൾ ആ കുട്ടി ഇവരുടെ അടുത്ത് ജോലിക്ക് വരികയും വേണം. മൈക്കിൾ നടത്തുന്ന ഈ അക്രമങ്ങളെല്ലാം കണ്ടിട്ട് അവിടുത്തെ സാധാരണക്കാരനായ പശുപതി അവനോട് പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെയെന്ന്. നിന്റെ ഈ അഹങ്കാരമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ വരാതിരിക്കില്ല എന്ന്. മൈക്കിളിനെയും അവന്റെ അച്ഛനെ എല്ലാം തന്നെ മിരാസ് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ചിരിച്ചുകൊണ്ട് മൈക്കിൾ പറയുന്നുണ്ട് എന്നെ പോലൊരു സർവാധികാരിക്ക് വാറെന്ന് പറയുന്നത് ഒരു ഹരമാണെന്ന്. അതുകൊണ്ട് യഥാർത്ഥ വാർ നടക്കാത്ത കാരണം നമ്മൾ ഇവിടെ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട് നമ്മൾ ആസ്വദിക്കും. അതിൽ പൊലിഞ്ഞു പോകുന്നത് അവിടുത്തെ അടിമകളായ ആൾക്കാരുടെ ജീവനായതുകൊണ്ട് അവർക്കതൊന്നും പ്രശ്നമേ ആയിരുന്നില്ല. എന്തെങ്കിലും ഒരിക്കലും ഈ നാടിനെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ അടിമകൾ ജീവിച്ചിരുന്നത്. ഇവിടെ രുക്മിണി പാരിയോട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയല്ലേ നീ ചിരിപ്പിക്കുന്ന ഡോക്ടറായി മാറിയത്. ഈ നാട്ടിൽ ചിരിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, നീ അവരെ നല്ല പോലെ ചിരിപ്പിക്കണം. അങ്ങനെ അവർ ഓരോ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാൻ പോകുന്നു. വർഷങ്ങളായിട്ട് അവർ ആരോട് സംസാരിക്കാതെ വീടിന് പുറത്തിറങ്ങാതെ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ ഒരേ ഇരിപ്പായിരുന്നു. പാരി വന്ന് അവരോട് സംസാരിക്കുന്നു. വീടിന്റെ പുറത്തേക്ക് വരാൻ പറയുന്നുണ്ട്. ആദ്യമൊക്കെ അവർ ദേഷ്യം പിടിച്ചെങ്കിലും കുറച്ചു കഴിയുമ്പോൾ പാരിയെ നോക്കിക്കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതെല്ലാവർക്കും അത്ഭുതമായി തോന്നി. പിന്നീട് അങ്ങോട്ട് ആൾക്കാരെ ചിരിപ്പിക്കുന്നതിൽ പാരി എക്സ്പേർട്ടായി മാറിയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആ ദ്വീപിലേക്ക് മൈക്കിളും കൂട്ടരും വരികയും ജനങ്ങളും പാരിയും നിന്നിരുന്ന ആ അടുത്തേക്ക് വന്നിട്ട് ചാപ്പിളിനോട് മുന്നോട്ട് വന്ന് നിൽക്കാൻ പറയുന്നു. രുക്മിണി പാരിയോട് പറയുന്നുണ്ട് നിന്നെയാണ് വിളിക്കുന്നത്, നീ ചെല്ലാൻ. ചാപ്പിളിൽ നിന്ന് ഡോക്ടറായിട്ടാണ് അവൻ ഇത്രയും നേരം അവിടെ എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥ ചാപ്ലിൻ അവനല്ല എന്നും അവന്റെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ ചിരിപ്പിക്കുന്ന ഡോക്ടറാണ് യഥാർത്ഥ ചാപ്ലിൻ എന്നും മൈക്കിള് അവളോട് പറയുന്നു. മൃഗങ്ങളെ ഇനി ഉപദ്രവിക്കില്ല എന്ന് ഫ്രെഡി നിന്റെ അടുത്ത് വന്ന് പറഞ്ഞതിന്റെ പിന്നിലെ കാരണം ഇവൻ തന്നെയാണ്. ഇവൻ അവന്മാരെ എല്ലാം അടിച്ചിട്ടാണ് പേടിച്ചിട്ട് അവൻ അങ്ങനെ വന്ന് പറഞ്ഞത്. പാരി ജയിലിൽ നിന്ന് ഇറങ്ങിയത് മുതൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ മൈക്കിള് രുക്മിണിയോട് പറയുന്നു. അതോടുകൂടി രുക്മിണിയുടെ പാരിയുടെ മേലുള്ള വിശ്വാസം തന്നെ ഇല്ലാതെയായി. വീണ്ടും അവൻ കള്ളം പറഞ്ഞ് തന്റെ കൂടെ അടുക്കാനായിരുന്നു ശ്രമിച്ചതെന്ന് മനസ്സിലാക്കിയ അവളാകട്ടെ അവിടെ വെച്ച് തന്നെ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും വീണ്ടും അവസാനിപ്പിക്കുന്നു. അവനെല്ലാം തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്റെ അച്ഛനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം എന്താണെന്നും ഇതെല്ലാം എവിടെ നിന്നാണ് തുടങ്ങിയതെന്നും. എന്നാൽ അവൾക്ക് അതൊന്നും തന്നെ കേൾക്കണ്ടായിരുന്നു. എത്ര പറഞ്ഞിട്ടും അവൾ തന്നോട് ക്ഷമിക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അവന്റെ പഴയ സ്വഭാവം അവനിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അവനെടുത്തിട്ട് അടിക്കുകയും
വിളിക്കുകയാണ്. ഇത് കണ്ട് മൈക്കിൾ പറയുന്നുണ്ട്, നീ ശരിക്കും എന്റെ കൾട്ടിലേക്ക് തന്നെ വരണമെന്ന്. നിന്നെ ഞാൻ എന്റെ ആൾക്കാരെ വിട്ടിട്ട് ജയിലിൽ നിന്ന് വാങ്ങിയത് തന്നെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ നീ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ നിനക്ക് ഒരു അവസരം കൂടി തരികയാ, നീ അവിടേക്ക് വരുന്നതാ നല്ലത്. രുക്മിണി തന്നെ ഇട്ടിട്ട് പോയത് കാരണം ഇനി താൻ ആർക്ക് വേണ്ടിയാണ് നന്നാകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് മൈക്കിൾ പറഞ്ഞ പ്രകാരം മൈക്കിളിന്റെ ഗാങ്ങിലേക്ക് ചേരാൻ അവൻ തീരുമാനിക്കുന്നു. എന്തായാലും ഭാര്യയെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് മൈക്കിൾ കാശ് ചെലവാക്കിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് അവന് വേണ്ടി അവിടെ പോയി ഫൈറ്റ് ചെയ്യാമെന്ന് തന്നെയായിരുന്നു ഇവന്റെ തീരുമാനം. അങ്ങനെ പിന്നീട് ആ ഒരു ഫൈറ്റിംഗ് സീനാണ് കാണിക്കുന്നത്. മൈക്കിളിന്റെ ഗാങ്ങിന്റെ കൂടെ റെഡ് ഡ്രസ് ഇട്ടിട്ട് പാരിയും മുന്നിലേക്ക് വരുന്നു. ഓപ്പോസിറ്റ് ഇവർ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആ ദ്വീപിലെ പാവം ജനങ്ങളായിരുന്നു. ഇത്ര പേരെ അടിക്കാൻ നമ്മുടെ ഗാങ്ങിൽ നിന്ന് ഇത്രയും ആൾക്കാർ പോകേണ്ട കാര്യമില്ലെന്നും ഞാൻ ഒറ്റയ്ക്ക് 30 പേരെ അടിച്ച് കാണിച്ചു തരാമെന്നും പാരി പറയുന്നുണ്ട്. ചുറ്റും കൂടി നിന്ന ഫോറിനേഴ്സ് എല്ലാം തന്നെ കൈയടിക്കാൻ ആരംഭിച്ചു. അങ്ങനെ പാരിയാകട്ടെ ആ ജനങ്ങളെ എല്ലാം തന്നെ അടിക്കുകയാണ്. ഒടുവിൽ പാരിയുടെ മുന്നിൽ അവരെല്ലാവരും തോറ്റു വീണു. തോറ്റ സ്ഥിതിക്ക് ജയിച്ച ടീമിന് തോറ്റ ടീമിൽ ഒരാളെ കൊല്ലാമല്ലോ. അതിനുവേണ്ടി കത്തി പാരിയുടെ കയ്യിൽ മൈക്കിൾ കൊടുത്തെങ്കിലും അവൻ ആരെയും കൊല്ലാൻ തോന്നിയില്ല. എന്നാ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മൈക്കിൾ ഒരാളെ കൊല്ലുകയാണ്. അതിനിടയ്ക്ക് തന്നെ അന്വേഷിച്ച് തിലകനും കൂട്ടരും വരുന്നുണ്ടെന്ന് പാരിക്ക് മനസ്സിലായി. ഇതറിഞ്ഞ മൈക്കിൾ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ അച്ഛനും തമ്മിൽ എന്തുവാ പ്രശ്നമെന്ന്. അയാൾ ഗോൾഡ് ഫിഷ് അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ, അതെന്താണെന്നും എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. ഇതിനോടൊക്കെ അവർ രുക്മിണിയെ കൈക്കലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവര് പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോകുന്നതാ നല്ലത്. അവളെ മിക്കവാറും അവർ കൊന്നു കളയുമെന്ന് മൈക്കിൾ പറയുന്നു. തിലകനെയും കൂട്ടരെ ഒറ്റയ്ക്ക് അവൻ നേരിടാൻ പറ്റില്ല, മൈക്കിളിന്റെ സഹായം വേണം. മൈക്കിൾ അവനെ സഹായിക്കാമെന്ന് പറയുന്നു. അതിന് പകരമായിട്ട് തിലകൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡ് ഫിഷ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അവൻ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആ ഒരു ഡീലില് പാരിയുടെ കൂടെ മൈക്കിളിന്റെ ആൾക്കാർ കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. പാരി അവിടെ എത്തി തിലകനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. നീ ആ ഗോൾഡ് ഫിഷ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് മര്യാദയ്ക്ക് പറയാൻ പറയുന്നു. എന്നാൽ കുറച്ചുനേരം അവൻ അതും ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ അയാളെ പിടിച്ചു നിർത്തുകയായിരുന്നു. ആ സമയം കൊണ്ട് അയാളുടെ യഥാർത്ഥ മകനെ മൈക്കിളിന്റെ സംഘം പോയി കിഡ്നാപ്പ് ചെയ്യുന്നു. അയാളുടെ ഭാര്യയുടെ കോള് വരുന്നതോടുകൂടി തിലകൻ പേടിക്കുന്നുണ്ട്. രുക്മിണിയെ വെറുതെ വിട്ട് തന്നെ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പോകാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ റിയൽ മകൻ മരിച്ചു പോകുമെന്ന് തിലകനോട് പാരി പറയുന്നു. അതോടുകൂടി തിലകന് വേറെ വഴിയില്ലാതെയായി. ഭാര്യ രുക്മിണിയും അവിടെ നിന്നും വിടുകയാണ്. തിലകന്റെ കൂടെ ചേർന്നുകൊണ്ട് ഫ്രെഡിയാകിട്ട് രുക്മിണിയെ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഫ്രെഡിക്കിട്ട് പാരി ഒരു അടിയും കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ സേഫായിട്ട് അവൻ തിരിച്ചെത്തിയത് കാരണം അന്ന് രാത്രി മൈക്കിൾ അവനൊരു പാർട്ടി കൊടുക്കുന്നു. ആ പാർട്ടിക്കിടയിൽ മദ്യപിച്ച് അവൻ എന്തൊക്കെയോ മൈക്കിളിനോട് പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആ സമയം തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൂടി മൈക്കിൾ കൊന്നത് കാരണം അടിമകളായിട്ടുള്ള ആ ജനങ്ങൾ ആകെ സങ്കടത്തിലായിരുന്നു. മരിച്ചുപോയ വ്യക്തിയുടെ ചടങ്ങുകൾ അവർ നടത്തുകയാണ്. പാർട്ടിയൊക്കെ കഴിഞ്ഞ് മദ്യപിച്ച് രുക്മിണിയെക്കുറിച്ചുള്ള ഓർമ്മകളിലൊക്കെ മുഴുകി പാരി ഒറ്റയ്ക്ക് ആ കാട്ടിലൂടെ നടന്ന് ആ സമുദ്ര തീരത്തെത്തുന്നു. അതേസമയം ഇവിടെ മൈക്കിളിനോട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ സുഹൃത്താണെന്നും പറഞ്ഞ് കണ്ടവന്മാരെയൊക്കെ കൂടെ കൂട്ടിയിരിക്കുന്നല്ലോ, അങ്ങനെ ഒരിക്കലും ഒരുത്തന്മാരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പാടില്ല, അവന്മാരൊക്കെ നമ്മുടെ അടിമകളാണെന്ന്. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാൻ അവനെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇതെന്റെ രാജതന്ത്രമാണ്. കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ അവന് ഞാൻ ആ നിലയും വിലയൊക്കെ കൊടുത്തിട്ട് അവനെ വെച്ച് കാശുണ്ടാക്കാനാണ് എന്റെ ഉദ്ദേശം. ഇത്രയും നല്ല ഫൈറ്റിംഗ് ഒക്കെ അറിയാവുന്ന ഇവനെ പുറം രാജ്യത്തുള്ള മറ്റൊരു ടീമിന് മറിച്ചു വിൽക്കാനായിരുന്നു മൈക്കിളിന്റെ ഉദ്ദേശം. ഇവിടുത്തെ ഫൈറ്റിംഗ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവനത് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അതേസമയം വെള്ളമടിച്ച് ബോധമില്ലാതിരിക്കുന്ന പാരിയെ സമുദ്രതീരത്ത് വെച്ച് കണ്ട ആ നാട്ടിലെ ജനങ്ങളാകട്ടെ അവനോട് പകരം വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. മൈക്കിളിന്റെ ഗാംഗിൽ ചേർന്നിട്ട് ഈ പാവങ്ങളെയെല്ലാം തന്നെ പാരി അടിച്ചൊതുക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ പക കാരണം ഇവര് പാരിയെ ആക്രമിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിനിടയിൽ പാരിയാകട്ടെ വെള്ളത്തിലേക്ക് വീണു പോവുകയും ചെയ്യുന്നുണ്ട്. കുറച്ചുനേരം കഴിഞ്ഞിട്ടും ഇവനെ കാണാത്ത കാരണം ഇവരെല്ലാം അവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവൻ തന്റെ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് ഒരു വള്ളത്തിന്റെ മുകളിലേക്ക് കയറിയെന്ന് പറയുന്നുണ്ട്, ഇനി നീയൊക്കെ എന്നെ ഒന്ന് അടിക്കാൻ. അവരെല്ലാവരും അവന്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു നിമിഷം അവന്റെ ശരീരത്തിലെ ആ മറുക് കണ്ടതും അവരെല്ലാവരും തൊഴുതുകൊണ്ട് താഴെ തന്നെ ഇരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പാരിക്ക് മനസ്സിലായില്ല. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആ ദ്വീപിൽ സാധാരണക്കാരായ ജനങ്ങള് അവരുടെ പൂർവികരുടെ കാലം തൊട്ട് കുറച്ചായിട്ട് കൂട്ടിയ സമ്പാദ്യം കൊണ്ട് അവരുടെ ജഡാമുനി അമ്പലത്തിലേക്ക് ഒരു സ്വർണ്ണവേല് പണിതുകൊണ്ട് വന്നിരുന്നു. 35 വർഷം മുമ്പ് നടന്ന ഉത്സവത്തിന്റെ എന്ന് നമ്മുടെ മൈക്കിളിന്റെ അച്ഛൻ രാജവേൽ മിറാസു ആയിരുന്നു അന്ന് ഈ ക്ഷേത്രത്തിന് സമർപ്പിക്കാൻ വേണ്ടി വന്നത്. എന്നാൽ ആ അമ്പലത്തിലെ പൂജാരിയുടെ ശരീരത്തിലേക്ക് ആ ദൈവിക ശക്തി കയറുകയും അയാൾ എല്ലാവരോടും ഉറക്കെ വിളിച്ച് പറയുകയും ചെയ്തു, രക്തം പുരണ്ട കൈകളുള്ള രാജഗോപാലിന്റെ കൈകൊണ്ട് ഈ ശൂല അമ്പലത്തിന് സമർപ്പിക്കാൻ പാടില്ല എന്ന്. മാത്രമല്ല അയാൾ രാജവേലിനോട് പറയുന്നുണ്ട്, ഈ ദ്വീപിലെ ഒരു സ്ത്രീയുടെ വയറ്റില് ഒരു ആൺകുട്ടി പിറക്കുകയും അവന്റെ ശരീരത്തിൽ ശൂലത്തിന്റെ മറുകുണ്ടായിരിക്കുകയും ചെയ്യും. അവൻ നിന്റെ വംശത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഈ ശൂലം ഈ അമ്പലത്തിന് സമർപ്പിക്കും. അന്ന് മാത്രമേ ദൈവം ഈ ശൂലം സ്വീകരിക്കൂ. ആ കുട്ടി കറുത്ത പക്ഷത്തിലെ അഷ്ടമിയിലായിരിക്കും ജനിക്കുന്നത്. ദേഷ്യം വന്ന രാജഗോപാല് ആ പൂജാരിയെ കൊല്ലുന്നു. എന്നിട്ട് ആ ജനങ്ങളോട് പറയുന്നുണ്ട്, ഇനി ഈ ദ്വീപിൽ കറുത്തപക്ഷ അഷ്ടമിക്ക് ജനിക്കുന്ന ഏത് ആൺകുട്ടിയാണെങ്കിലും അവനെ എന്റെ അടുത്ത് കൊണ്ടുവരണം, മറുകുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അങ്ങനെ ജനിക്കുന്ന കുട്ടികളെ എല്ലാം തന്നെ ഇയാൾ കൊന്നു കളയാനായിരുന്നു പ്ലാൻ. അത് കേട്ട് ദ്വീപിലെ ആൾക്കാരെല്ലാം തന്നെ പേടിച്ചു. അങ്ങനെ പിന്നീട് ജനിച്ച കുട്ടികളെ എല്ലാം തന്നെ ഇയാൾ പരിശോധിക്കുന്നു. ഓരോരുത്തരുടെയും ജാതകം നോക്കുമ്പോൾ കറുത്തപക്ഷ അഷ്ടമി അല്ലെങ്കിൽ അതിനെ വെറുതെ വിടും, തങ്ങളുടെ അടിമകളാക്കി ആ കുട്ടികളെ വെക്കും. പക്ഷെ ആ അഷ്ടമി ദിനത്തിൽ ജനിക്കുന്ന കുട്ടികളെ എല്ലാം തന്നെ അയാൾ കൊന്നുകളയും. എന്നാൽ ഒരു കുട്ടി പോലും മറുകോടുകൂടി ജനിച്ചില്ല. അതോടുകൂടി ആ പൂജാരി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളമായിരിക്കുമെന്ന് രാജവേലു വിചാരിക്കുന്നു. അങ്ങനെയിരിക്കെ കറുത്തപക്ഷത്തിലെ അഷ്ടമി ദിവസം കൃഷ്ണൻ ജനിച്ച അതേ ദിവസം തന്നെ ആ നാട്ടിലെ പശുപതിക്ക്
പാരിക്കും ലക്ഷ്മിക്കും ഇരട്ട കുട്ടികൾ ജനിക്കുന്നു. ഒരു മകളും ഒരു മകനുമായിരുന്നു. ആ കുട്ടിയുടെ ശരീരത്തിൽ ഇതുപോലെ ശൂലത്തിന്റെ മറുകുണ്ടായിരുന്നു. ഇത് കണ്ട് പശുപതിയാകട്ടെ മറ്റുള്ളവരോട് പറയുന്നുണ്ട് ഇവനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും സേഫ് ആക്കി ഈ ദ്വീപ് കടത്തണമെന്ന്. അങ്ങനെ ആ നാട്ടിലുള്ള ഒരാളുടെ കയ്യില് തന്റെ മകനെ ഏൽപ്പിച്ചിട്ട് അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി വളർത്താൻ ആവശ്യപ്പെടുന്നു. ലക്ഷ്മി പ്രസവിച്ച വിവരം അറിഞ്ഞിട്ട് രാജവേലിന്റെ ആൾക്കാർ എത്തിയെങ്കിലും ഒരു പെൺകുട്ടിയെ മാത്രമല്ല ഇവർ കാണുന്നുള്ളൂ. അവർ വിചാരിച്ചു ഒരു കുട്ടിയെ ജനിച്ചിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് അവരവിടെ നിന്നും തിരിച്ചുപോയി. എന്നാൽ ജനിച്ച ഉടനെ തന്നെ തന്റെ മകനെ വിട്ട് പിരിയേണ്ടി വന്ന ലക്ഷ്മി ഒരു വലിയ ഷോക്കിലേക്ക് പോവുകയായിരുന്നു. ഈ കുട്ടിയെ ഈ നാട്ടിൽ നിന്നും കൊണ്ടുപോയ ആ വ്യക്തിയായിരുന്നു അന്ന് തിലകന്റെ അവിടെ വാച്ച്മാനായിട്ട് നിന്നിരുന്നത്. പിന്നീട് തിലകനും സന്ധ്യയും ചേർന്ന് വളർത്തിയ നമ്മുടെ പാര് തന്നെയായിരുന്നു ആ കുട്ടി. അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അവനിട്ട പേര് ജഡാമുനി എന്നായിരുന്നു. ഈ കഥകളൊക്കെ കേട്ട പാരി ആകെ തകർന്നു പോയി. ഇതൊന്നും അറിയാതെയാണ് തലേന്ന് ആ ഫൈറ്റില് തന്റെ അച്ഛനെ തന്നെ താൻ അടിച്ചത്. അവൻ എല്ലാവരോടും മാപ്പ് പറയുന്നു. എന്നാൽ എല്ലാവരും അവനെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഈ നാടിനെ രക്ഷിക്കാൻ അവൻ വരുമെന്നായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആ പൂജാരി പറഞ്ഞിരുന്നത്. ഇവിടെ ആ പൊളിറ്റീഷ്യൻ തിലകനോട് പറയുന്നുണ്ട് എന്റെ ഗോൾഡ് ഫിഷ് എനിക്ക് കിട്ടിയേ പറ്റൂ, അതിനു വേണ്ടിയിട്ട് ആ ദ്വീപ് തന്നെ നിങ്ങൾ ഇല്ലാതാക്കിയാൽ ഒരു കുഴപ്പമില്ലാന്ന്. വേറെ വഴിയില്ലാതെ തിലകൻ അതിന് സമ്മതിക്കുന്നു. അതേസമയം നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ എന്തോ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുകയായിരുന്നു നമ്മുടെ പാരി. മൈക്കിളിന്റെ കൾട്ടിലാകട്ടെ ഇനി ഒരു ഫൈറ്റ് കൂടി നടക്കാനുണ്ട്. അതിനുവേണ്ടി തയ്യാറെടുക്കാൻ പാരിയോട് മൈക്കിളും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഫൈറ്റ് തുടങ്ങാൻ സമയമായി. എന്നാൽ ഇത്തവണ മൈക്കിളിന്റെ ടീമിൽ നിന്ന പാരിയാകട്ടെ നടന്നുപോയി ഓപ്പോസിറ്റുള്ള നാട്ടുകാരുടെ ടീമിൽ നിൽക്കുന്നു. കഴിഞ്ഞ തവണ ഞാൻ ഈ ടീമിനെ അടിച്ചല്ലേ ഒതുക്കിയത്, അതുകൊണ്ട് വീണ്ടും ഇവരെ തന്നെ അടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇത്തവണ നാട്ടുകാരുടെ ടീമിന്റെ കൂടെ നിന്ന് ശക്തരായ ഓപ്പോസിറ്റ് ടീമിലെ അംഗങ്ങളെ അടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. മൈക്കിളിനെ സംബന്ധിച്ച് കൾട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ എൻജോയ് ചെയ്യണം, അവരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യണം. ആരെ അടിക്കുന്നത് അവനെ സംബന്ധിച്ചൊരു വിഷയമേ ആയിരുന്നില്ല. അവിടെ വന്ന ഫോറിനേഴ്സിനോട് പാരി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഓക്കെ ആണെന്ന് പറയുന്നു. അതോടുകൂടി പാരിയാകട്ടെ ആ റെഡ് ടീമിനെ അടിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും അടിച്ചൊതുക്കി. തോറ്റ ടീമിൽ നിന്ന് ഏറ്റവും ബലഹീനനായ ആളെ വേണം കൊല്ലാൻ. ഇത്തവണ എനിക്ക് 2 പേരെ കൊല്ലണമെന്ന് പാരി പറയുന്നു. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ 2 പേരെ കൊന്നുകൊള്ളാൻ മൈക്കിൾ പറയുന്നുണ്ട്. പക്ഷെ ആ 2 പേര് നീയും നിന്റെ അച്ഛനുമാണെന്നാണ് പാരി പറയുന്നത്. നീ ഉണ്ടാക്കിയ ടീമല്ലേ ഇത്, ആ ടീമിലെ ഏറ്റവും ബലഹീനനായ വ്യക്തികൾ നിങ്ങൾ 2 പേരുമാണ്. ഇത് കേട്ട് മൈക്കിൾ തന്നെ ഞെട്ടിപ്പോയി. തന്നെ കൊല്ലാൻ പാരി ശ്രമിക്കുന്നു മനസ്സിലായതോടുകൂടി തന്റെ ആൾക്കാരോട് മൈക്കിൾ പറയുന്നുണ്ട് അവരെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലാൻ. എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചിട്ട് സേഫ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. എത്ര ഷൂട്ട് ചെയ്തിട്ടും ആരുടെയും ദേഹത്ത് ഒരു ഉണ്ട പോലും കൊണ്ടില്ല. ആ നേരം കൊണ്ട് പാരി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന മറ്റു നാട്ടുകാര് മൈക്കിളിന്റെ ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം തന്നെ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നു. പിന്നെ പാരിയും മൈക്കിളും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. മൈക്കിളിനെ അടിച്ചൊരു പരുവമാക്കി അവിടെ തന്നെ കെട്ടിത്തൂക്കിയിട്ട ശേഷം മൈക്കിളിന്റെ അച്ഛന്റെ അടുത്തേക്ക് അവർ പോകുന്നുണ്ട്. എന്നാൽ തന്റെ അടിമകളുടെ കൈകൊണ്ട് തനിക്ക് ചാകാൻ മനസ്സിലാന്ന് പറഞ്ഞിട്ട് അയാൾ സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ്. അയാളുടെ വീട്ടില് അയാളെ വെച്ചിരുന്ന ആ വേലു എടുത്തുകൊണ്ട് ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആ സാധാരണ ജനങ്ങളെയെല്ലാം തന്നെ കൂട്ടി അവരവരുടെ സ്വന്തം ദ്വീപിലേക്ക് പോവുകയാണ്. അതിനോടകം തന്നെ ചാപ്ലിൻ വന്ന് രുക്മിണിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ നിനക്ക് വേണ്ടിയിട്ട് മാറാൻ തയ്യാറായി വന്നതാണ്, പക്ഷെ ഇവിടെ വന്നുണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന്. അവന്റെ കോമഡികളെല്ലാം കേട്ടിട്ട് ഈ നാട്ടിലെ ജനങ്ങളും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചിരിച്ചത്. ആദ്യമൊക്കെ അവനത് പറ്റിയിരുന്നില്ല, പക്ഷെ പിന്നീട് അവൻ ജനങ്ങളെ ചിരിപ്പിക്കാൻ ആരംഭിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ രുക്മിണിക്കും താൻ അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടത് ശരിയായില്ല എന്ന് തോന്നി. ഇവിടെ പാരി തന്റെ അമ്മയെ വന്ന് കെട്ടിപ്പിടിക്കുകയും തന്റെ സഹോദരിയെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് രുക്മിണിയോട് ഇതെന്റെ അമ്മയാണെന്നും ഇതെന്റെ കുടുംബമാണെന്നും പറയുന്നു. അവർക്കിടയിലെ പ്രശ്നങ്ങൾ മാറി അവരും ഒന്നിച്ചു. എന്നാൽ അപ്പോഴേക്കും പാരിയെ തേടി തിലകനും കൂട്ടരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ തിലകൻ കാണുന്നത് നമ്മുടെ മൈക്കിളിനെ അവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാണ്. അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. തിലകൻ അവനെ അങ്ങ് കൊന്നുകളയാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവനാകട്ടെ തിലകനോട് പറയുന്നുണ്ട് പാരി അന്ന് രാത്രി മദ്യപിച്ചുകൊണ്ട് ഗോൾഡ് ഫിഷ് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ള രഹസ്യം എന്നോട് പറഞ്ഞു എന്ന്. അതവന്റെ വായിൽ നിന്ന് അറിയാതെ വീണതാണ്. അത് കേട്ടതോടുകൂടി തിലകൻ പറയുന്നുണ്ട് നീ അതെനിക്ക് എടുത്തു തരണമെന്ന്. അങ്ങനെ ഇവർ 2 പേരും ഒന്നിക്കുന്നു. അതിനോടകം തന്നെ പാരിയും കൂട്ടരും ആ വേലു കൊണ്ടുപോയി അമ്പലത്തിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. പാരിയുടെ യുദ്ധം ഒരിക്കലും ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല, സമാധാനത്തിന് വേണ്ടിയുള്ളതായിരുന്നു. താൻ ഇനി ആരെയും അടിക്കില്ല എന്നും ആരുമായിട്ടും ഒരു ഫൈറ്റിനും പോകില്ല എന്ന് പാരി തന്റെ സന്ധ്യാമ്മയുടെ മേൽ സത്യം ചെയ്ത് പറയുകയായിരുന്നു. ആ സമയത്ത് അവന്റെ കൂട്ടുകാരൻ വന്ന് പറയുന്നുണ്ട് തിലകൻ ഒരുപറ്റ ആൾക്കാരും തോക്കുമായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന്. തിലകനും ഫ്രെഡിയും മൈക്കിളും ഒന്നിച്ചുകൊണ്ട് ഇവരെ ആക്രമിക്കാൻ വരികയായിരുന്നു. ഗോൾഡ് ഫിഷ് ഇരിക്കുന്ന ഇടത്തേക്കാണ് ആദ്യം തിലകനും കൂട്ടരും വരുന്നത്. എന്നാൽ അവിടെ എത്തിയ അവർ ഞെട്ടിപ്പോയി. അവരുടെ മുന്നിൽ പാരിയും ആ നാട്ടിലെ ജനങ്ങളും എല്ലാം തന്നെ കുറേയധികം ആയുധങ്ങളും ബോംബും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഇത് കണ്ട് ശരിക്കും മൈക്കിൾ പേടിച്ചുപോയി. ഗോൾഡ് ഫിഷ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായിരുന്നു എന്നാണ് അവൻ ചോദിക്കുന്നത്. മൈക്കിൾ വിചാരിച്ചത് അതെന്തോ സ്വർണമാണെന്നാണ്. എന്നാൽ അത് സ്വർണമായിരുന്നില്ല, ഒരു നാട് തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ആയുധങ്ങളായിരുന്നു. പാരി തന്റെ അമ്മയോട് ഫയർ ചെയ്യാൻ പറയുന്നു. അവന്റെ അമ്മ ഫയർ ചെയ്യുകയും ഇവരുടെ ബാക്കിലേക്ക് പോയി അത് വീണ് പൊട്ടുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി ഇവരെല്ലാവരും പേടിച്ചു. അത് കണ്ട് പാരിയുടെ അമ്മ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നു. അവരുടെ ചിരി കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചിരിച്ചു. ആ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ ചിരിച്ചു കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതെല്ലാം കണ്ട് പേടിച്ചു പോയ തിലകനും കൂട്ടരും അടിയറവ് പറയുകയായിരുന്നു. കാരണം അവരെല്ലാവരും ഫയർ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പൊടി പോലും ഉണ്ടാകില്ല എന്ന് അവർക്ക് മനസ്സിലായി. ആൾക്കാരുടെ ചിരികൾ അപ്പോഴും ഉയർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് കാണിക്കുന്നത് പാരിയുടെയും രുക്മിണിയുടെയും വിവാഹമാണ്. അവനെ പേടിച്ചിട്ട് തിലകൻ എല്ലാത്തിനും
കൂട്ടുനിന്നു. എന്നാൽ പാരിയാകട്ടെ തിലകനോട് പറയുന്നുണ്ട് ആ ആയുധത്തില് അമ്മ ഫയർ ചെയ്ത ഒരേ ഒരു സാധനം മാത്രമേ ഉപയോഗിക്കാൻ പാകത്തിനുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തുരുമ്പ് പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ശരിക്കും ആ ആയുധങ്ങൾ കണ്ടിട്ടായിരുന്നില്ല ഇവരെല്ലാവരും പേടിച്ചത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ചിരി കണ്ടിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും പേടിച്ചത്. പിന്നീട് കാണിക്കുന്നത് ഈ ആയുധക്കടത്തിന്റെ പിന്നിലുള്ള ആൾക്കാരെ എല്ലാം തന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നതും മറ്റുമാണ്. എവിടെ നിന്നോ കിട്ടിയ ഇൻഫർമേഷന്റെ ഭാഗമായിട്ട് ആൻഡമാനിൽ നിന്നും പോലീസുകാർ വന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കണ്ടെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. പൊട്ടാത്ത സാധനങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഇത്രയും കാലം ഈ കഷ്ടപ്പെട്ട് പുറകെ നടന്നതെന്ന് മനസ്സിലാക്കിയ തിലകന് പോലും ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പാരിയുടെയും രുക്മിണിയുടെയും വിവാഹം ഗംഭീരമായിട്ട് നടക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.